വളരെ വിശുദ്ധമായ ഈ സന്ദർഭത്തിൽ ദീർഘമായ ഒരു ആമുഖ പ്രസംഗം ഒന്നും ഇല്ല. എന്നെ സംബന്ധിച്ച് ഇതെനിക്ക് കിട്ടിയ ഒരു ബഹുമതിയായിട്ട് കണക്കാക്കുകയാണ്. ലത്തീഫ് മാറഞ്ചേരി എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വിശുദ്ധ റംലാൻ മാസത്തിൽ ഖുറാനെക്കുറിച്ച് ആധികാരികമായിട്ട് എന്തെങ്കിലും പറയാനുള്ള അറിവുള്ള ഒരാളല്ല ഞാൻ. പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഉള്ള സ്ഥലത്ത് വന്ന് ഞാൻ എന്തെങ്കിലും അപക്വമായിട്ട് പറയുന്നതിൽ കുഴപ്പമുണ്ടാകുമോ എന്നൊരു ആശങ്ക ഞാൻ നേരിട്ട് പ്രകടിപ്പിച്ചിരുന്നു. കാരണം ഞാൻ ഖുറാൻ ഓതി പഠിച്ച ഒരാളല്ല. ഞങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസ കാലത്ത് ഖുറാൻ ഓതി പഠിക്കാനുള്ള സൗകര്യങ്ങൾ അമുസ്ലിങ്ങൾക്കുണ്ടായിരുന്നില്ല. ജന്മന അമുസ്ലിമായ എനിക്കുണ്ടായിരുന്നില്ല. എൻ്റെ കൂടെ പഠിച്ചിരുന്ന MV മുഹമ്മദ് ഓത്തുപള്ളിയിൽ നിന്ന്, മദ്രസയിൽ നിന്ന് നേരിട്ട് സ്കൂളിലേക്ക് വരിക ചെയ്യുക. അന്ന് അങ്ങനെയാണ്, LP ക്ലാസ്സിലേക്ക് ഓത്തുപള്ളി വിട്ട് വരിക ചെയ്യുക. അപ്പോൾ ഒരു രണ്ട് കെട്ട് പുസ്തകം, സ്കൂളിലേക്കുള്ള പുസ്തകം ഉണ്ടാവും, മദ്രസയിൽ നിന്നുള്ള മുസാഹിബും ഉണ്ടാവും. ഈ മുസാഹിബ് കാണാൻ എന്നെ അന്ന് മുഹമ്മദ് അനുവദിക്കില്ല. കാരണം അമുസ്ലിങ്ങൾ മുസാഹിബ് കണ്ടാൽ കണ്ണ് പൊട്ടിപ്പോകുമെന്നാണ് അദ്ദേഹത്തെ പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് എനിക്ക് അക്കാലത്ത് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഒരു പേജ് പോലും കാണാൻ അവസരം ഉണ്ടായില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം, സത്യമായി പറഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ടൊരു ഖുറാൻ ഭാഷ്യം, ഖുറാന്റെ പരിഭാഷയല്ല, ഖുറാൻ ഭാഷ്യം എന്ന പേരിൽ ഒരു പുസ്തകം 25ഓളം വർഷങ്ങളായിട്ടുണ്ടാവും മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരാണ് ആദ്യമായിട്ട് എനിക്ക് സമ്മാനിച്ചത്. അപ്പം ആദ്യം ഞാൻ ഖുറാനെ പരിചയപ്പെട്ടത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ, ബദ്രമാനൊക്കെ ഇപ്പോൾ ഉള്ള ഇവിടെ ഇരിപ്പുണ്ട്. മൂസ മൗലവി എന്ന് പറഞ്ഞ തണ്ണീർക്കോട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഉണ്ടോയെന്നറിയില്ല, അദ്ദേഹം വളരെ പണ്ഡിതനായ ഒരാളായിരുന്നു. അദ്ദേഹമൊക്കെ പങ്കെടുത്തൊരു ചടങ്ങിൽ വെച്ചാണ് ഈ ഖുറാൻ ഭാഷ്യം എനിക്ക് കിട്ടിയത്. അതിനുശേഷം അൻസാർ സ്കൂളിൽ ഒരു പരിപാടിക്ക് പോയപ്പോൾ അവിടെ പ്രായം ചെന്ന, അദ്ദേഹം ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല, അവിടെ പ്രായം ചെന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പരിഭാഷയും എനിക്ക് തന്നു. പിന്നീട് ഞാൻ CN അഹമ്മദ് മൗലവിയുടെ പരിഭാഷ വായിച്ചു നോക്കിയിട്ടുണ്ട്, KV അബൂബക്കർ മുസ്ലിയാരുടെ പരിഭാഷ വായിച്ചു നോക്കിയിട്ടുണ്ട്. പഠിക്കണമെന്ന ആഗ്രഹം കൊണ്ട്. കാരണം വായിച്ചു തുടങ്ങിയപ്പോഴാണ് ഇത് കണ്ണ് പൊട്ടിക്കുന്ന ഗ്രന്ഥമല്ല, കണ്ണ് തുറപ്പിക്കുന്ന ഗ്രന്ഥമാണ് എന്ന് മനസ്സിലായത്. അപ്പോൾ ഇത് ഞാൻ എല്ലാവർക്കും വേണ്ടി പറയുകയാണ്. മറ്റുള്ളവർക്ക് കാണിക്കാൻ പാടില്ലാത്തതാണെന്നുള്ള രീതിയിൽ ഒരു മതവേദ ഗ്രന്ഥങ്ങളും മാറ്റി നിർത്തപ്പെട്ടുകൂടാ. വിശേഷിച്ചും ഒരു ബഹുമത സമൂഹത്തിൽ പരസ്പരം മതങ്ങൾ അറിയേണ്ടത് ആയുധത്തിലൂടെയോ വൈരത്തിലൂടെയോ അല്ല, പ്രബോധനങ്ങളുടെ പങ്കുവെപ്പിലൂടെയാണ്. പുരോഹിത മതങ്ങൾ പലപ്പോഴും അടച്ചു വെച്ചത് പ്രബോധന മതത്തെയാണ്. ഞാനത് പറയുന്നതിൽ തെറ്റിദ്ധാരണ തോന്നരുത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ വേണ്ടിയല്ല. പൗരോഹിത്യം എല്ലാ മതങ്ങളിലും എല്ലാ കാലത്തും ചെയ്ത ഒരു ദ്രോഹം മതത്തിന്റെ അടിസ്ഥാന പ്രബോധനങ്ങളെ അടച്ചു വെക്കുകയും സത്യവിശ്വാസിയെ, അടിസ്ഥാന സത്യവിശ്വാസിയെ പ്രബോധനത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യത്തിൽ നിന്ന് വിലക്കുകയും ചെയ്തു. ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ് മതം എന്ന രീതിയിൽ പ്രബോധനങ്ങൾ പരിമിതപ്പെടുത്തപ്പെട്ടു. അതെല്ലാ മതങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഈ കാലത്ത് ഒരു മാറ്റം ആവശ്യമാണ്. ഇവിടെ 5 വർഷമായിട്ട് ഖുറാൻ സ്റ്റഡി സെന്റർ നടക്കുക. ഈ ഖുറാൻ സ്റ്റഡി സെന്ററിലൂടെ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളെ, അടിസ്ഥാന ദർശനങ്ങളെ, അടിസ്ഥാന സമീപനങ്ങളെ എല്ലാവരും മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. ഒരിക്കലും, നേരത്തെ അബ്ദുറഹ്മാൻ സാഹിബ് വ്യക്തമായിട്ട് പറഞ്ഞു, ഒരിക്കലും വിശുദ്ധ ഖുറാൻ മുസ്ലിങ്ങളെ എന്നോ മാപ്പിളമാരെ എന്നോ ഒരു പ്രത്യേക വിഭാഗത്തെ അല്ല അഭിസംബോധന ചെയ്തത്. ഹേ മനുഷ്യരെ, മനുഷ്യ സമൂഹമേ എന്നാണ്. യാ അല്യുന്നാസ് എന്നാണ് അതിന്റെ വാക്ക്, അല്ലെ? അല്ലയോ മനുഷ്യരെ, എല്ലാ മനുഷ്യരോടുമാണ്. ആ മനുഷ്യരോട് പറയുന്നു. ആദ്യത്തെ ആയത്ത് തന്നെ ഇക്ര ഇക്ര, അതല്ലേ? വായിക്കുക, നിന്റെ സ്രഷ്ടാവായ നാഥന്റെ നാമത്തിൽ വായിക്കുക. തൂലിക കൊണ്ട്, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച അത്യുദാരനാണ് നിന്റെ നാഥൻ. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അവിടെ നിന്നല്ലേ തുടങ്ങേണ്ടത്, അല്ലെ? പേന എടുത്ത ഒരാളെന്ന നിലയിൽ വായിക്കുക, നിന്റെ സ്രഷ്ടാവായ നാഥന്റെ നാമത്തിൽ വായിക്കുക. പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച അത്യുദാരനാണ് നിന്റെ നാഥൻ. ഞാനൊക്കെ ആ പഠിപ്പിച്ചതുകൊണ്ട് രക്ഷപ്പെട്ട ഒരാളാണ്. കാരണം പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചതുകൊണ്ടും വായിക്കാൻ പഠിപ്പിച്ചതുകൊണ്ടും സത്യത്തിലേക്ക് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് ഏറ്റവും ശാസ്ത്രീയമായിട്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്, വായിക്കുക എന്നാണ്. ഇന്ന് ശാസ്ത്രീയ ഗവേഷണങ്ങൾ പറയുന്നത് ആദ്യം വായിക്കാനാണ് പഠിക്കേണ്ടത്, പിന്നീടാണ് എഴുതാൻ പഠിക്കേണ്ടത്. നമുക്ക് വിദ്യാഭ്യാസത്തിൽ ഇപ്പോഴും ഒരു തകരാറുണ്ട്, ആദ്യം എഴുതാൻ പഠിപ്പിക്കുക ചെയ്തു. അങ്ങനെയല്ല, ആദ്യം വായിക്കാൻ പഠിച്ചതിന് ശേഷമാണ് എഴുതാൻ പഠിക്കേണ്ടത്. നിരക്ഷരനായിരുന്നു മുഹമ്മദ് നബി തിരുമേനി സാങ്കേതികാർത്ഥത്തിൽ മാത്രം നിരക്ഷരനായിരുന്നു. പക്ഷെ അദ്ദേഹം 40 വയസ്സ് വരെ സത്യസന്ധമായി ജീവിച്ച്, കച്ചവടം നടത്തി ജീവിച്ചൊരു മനുഷ്യൻ, ഈ ലോകത്തിന്റെ നന്മയെ ആഗ്രഹിച്ച്, നേരത്തെ അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞു, ഈ ലോകത്തെ എല്ലാ നന്മയും മനുഷ്യരാശിക്ക് കൈവരണം, മനുഷ്യരാശിക്ക് സ്നേഹവും സന്തോഷവും സമാധാനവും മൈത്രിയും സാഹോദര്യവും ഉണ്ടാവണം. അതിനുവേണ്ടി ഹിറാ ഗുഹയിൽ തപസ്സമാധിസ്ഥനായിരുന്ന സമയത്ത്
ജിബ്രിൽ എന്ന ദൈവദൂതൻ, മലക്ക് അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തോട് വായിക്കുക എന്ന് ആജ്ഞാപിക്കുകയും ചെയ്തു. അപ്പൊ സാങ്കേതികാർത്ഥത്തിൽ നിരക്ഷരനായ മുഹമ്മദ് നബി പ്രവാചകൻ പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ വീണ്ടും ശക്തമായി ഇറുകെ പുണർന്നുകൊണ്ട് വീണ്ടും ആജ്ഞാപിച്ചു എന്നാണ് പറയുന്നത് അല്ലെ. വായിക്കുക എന്ന ഈ ശക്തമായ വാക്കുകൾ അദ്ദേഹത്തെ വായിക്കാൻ പ്രാപ്തിയുള്ളവനാക്കി തീർത്തു. അദ്ദേഹം വായിച്ചത് ഏതെങ്കിലും ഒരു പുസ്തകമല്ല, അദ്ദേഹം വായിച്ചത് ദൈവഹിതം ആണ്. അദ്ദേഹത്തിന് വിശുദ്ധ റംസാൻ മാസത്തിൽ അവതരിപ്പിക്കപ്പെട്ട് കിട്ടിയതാണ് വിശുദ്ധ ഖുർആൻ എന്നാണ് നാം വിശ്വസിക്കുന്നത്. ഈ മാസത്തിലാണ് വിശുദ്ധ റംസാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയും കഴിഞ്ഞ നല്ല സമയമാണ്. ആദ്യത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞ് ഇതിന്റെ നന്മയിലേക്ക് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് സംസാരിക്കേണ്ട വരുന്നത്. അപ്പൊ ആ സമയത്ത് ഈ വിശുദ്ധ ഖുർആനിലെ ഓരോരോ ആയത്തുകളായി പല ഘട്ടങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ടു. വേദഗ്രന്ഥങ്ങളെ കുറിച്ച് എക്കാലത്തും മനുഷ്യർ വിശ്വസിച്ചു പോകുന്നത് അത് മനുഷ്യൻ എഴുതിയുണ്ടാക്കിയതല്ല, അത് ദൈവത്താൽ അവതരിപ്പിക്കപ്പെട്ടതാണ്. അത് വിശുദ്ധ ഖുർആനെ കുറിച്ച് മാത്രമല്ല, ലോകത്തുണ്ടായിട്ടുള്ള വിശുദ്ധ വേദഗ്രന്ഥങ്ങളെ കുറിച്ചൊക്കെ അങ്ങനെ സങ്കല്പമുണ്ട്. ഇന്ത്യയിൽ വേദങ്ങൾ ശ്രുതിവാക്യങ്ങളായിട്ട് അറിയപ്പെടുന്നു. അതാരെങ്കിലും എഴുതിയതാണെന്ന് ഇന്ത്യൻ വേദങ്ങളെക്കുറിച്ച് ഋഗ്വേദവും സാമവേദവും അഥർവവേദവും യജുർവേദവും അടക്കമുള്ള വേദങ്ങൾ ആരെങ്കിലും എഴുതിയതല്ല, കേൾക്കപ്പെട്ടതാണ്, ശ്രുതിയാണ്. തപസ് ചെയ്ത മുനിവര്യന്മാർ, മഹർഷിമാർ പ്രകൃതിയിൽ നിന്ന്, പ്രപഞ്ചത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് കേട്ടതാണ്. ഇപ്പൊ ദൈവത്തിൽ വിശ്വസിക്കാത്ത ആളുകളും നമ്മുടെ നാട്ടിലുണ്ടാവും. അവർക്ക് വേണമെങ്കിൽ ദൈവത്തിൽ നിന്ന് വാക്ക് മാറ്റിയിട്ട് പ്രപഞ്ചത്തിൽ നിന്ന് പറയാം. പ്രപഞ്ചത്തിൽ നിന്ന് കേൾക്കപ്പെട്ടതാണ്. ഏതെങ്കിലും സ്ഥലത്ത് എഴുതി വെച്ചതോ മുൻപുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് പകർത്തി വെച്ചതോ അല്ല, ദൈവഹിതമായി കേൾക്കപ്പെട്ട ഒരു നാടിന്റെ നന്മയ്ക്കും സാഹോദര്യത്തിനും സമത്വത്തിനും സ്നേഹത്തിനും ജനതയുടെ ഏറ്റവും നന്മ നിറഞ്ഞ നിലനിൽപ്പിനും വേണ്ടി ദൈവഹിതം അവതരിപ്പിക്കപ്പെടുന്നതാണ് വേദഗ്രന്ഥങ്ങൾ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആന്റെ കാലത്ത് തന്നെ സ്വന്തം കൈകൊണ്ട് വേദഗ്രന്ഥങ്ങൾ എഴുതി ഉണ്ടാക്കുന്നവരെ സൂക്ഷിക്കണം എന്നാ കാലത്ത് പറഞ്ഞിരുന്നു അല്ലെ. ഇസ്രായേലിത്തുകൾ എന്ന പേരിൽ വിശുദ്ധ ഖുർആനിൽ ഇസ്രായേൽ അന്നത്തെ ജൂതവംശം എഴുതി ചേർത്ത് പ്രചരിപ്പിച്ച തെറ്റായ ഭാഗങ്ങൾ കടന്നുകൂടി എന്ന അക്കാലത്ത് ചില തർക്കങ്ങളുണ്ടായിരുന്നു. അക്കാലത്ത് ഏറ്റവും പ്രധാനമായി പഠിപ്പിക്കപ്പെട്ടത് സ്വന്തം കൈകൊണ്ട് വേദഗ്രന്ഥങ്ങൾ എഴുതുന്നവരെ സൂക്ഷിക്കണം. മനുഷ്യർക്ക് വേദഗ്രന്ഥങ്ങൾ എഴുതാൻ സാധിക്കുകയില്ല, കാരണം അത് പരമഹിതമാണ്. ഈ ലോകത്ത് മനുഷ്യന് മാത്രമല്ല, പുല്ലിനും പുഴുവിനും പുൽച്ചാടിക്കും പുഴയ്ക്കും ചെറിയ ചെറിയ കാണാത്ത ജീവികൾക്കും സമസ്ത ചരാചരങ്ങൾക്കും നീതി കിട്ടുന്നതിന് വേണ്ടി ദൈവഹിതമായിട്ട് അവതരിപ്പിക്കപ്പെട്ട വാക്കുകളാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യനോട് ദൈവത്തിന്റെ ഖലീഫയായിട്ട് പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടു. ഒരു സത്യവിശ്വാസിയുടെ ധർമ്മം ദൈവത്തിന്റെ ഖലീഫയായിട്ട് പ്രവർത്തിക്കുകയാണ്. ദൈവത്തിന്റെ ഹിതം സത്യവിശ്വാസിയിലൂടെയാണ് ലോകത്ത് നടപ്പാവുന്നത്. നമ്മളാരും ദൈവത്തെ നേരിട്ട് കണ്ടിട്ടില്ല, ദൈവം വന്ന് നമുക്കൊന്നും ചെയ്തു തന്നിട്ടില്ല. പക്ഷെ ദൈവമുണ്ട് എന്ന് നമുക്കറിയാം. എങ്ങനെ അറിയാം? കാരണം ദൈവത്തിന്റെ അനുഭവം നാം നമ്മുടെ ആപത്ഘട്ടങ്ങളിലും സന്തോഷഘട്ടങ്ങളിലും അനുഭവിക്കുന്നുണ്ട്. അത് നമ്മുടെ കൂടെ ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ സൽസ്വഭാവത്തിലൂടെയും ദാനധർമ്മങ്ങളിലൂടെയും സത്യനീതി നിർവഹണത്തിലൂടെയുമാണ്. അതാണ് നേരത്തെ അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞത്, ഒരു യഥാർത്ഥ ഖുർആൻ വിശ്വാസി, സത്യവിശ്വാസി ഈ സത്യധർമ്മങ്ങൾക്കനുസൃതമായിട്ട് ജീവിക്കാൻ ബാധ്യസ്ഥനാണ്. ദൈവത്തിന്റെ ഖലീഫയായിട്ട് പ്രവർത്തിക്കാൻ ഈ സത്യവിശ്വാസിയോട്, ഓരോ സത്യവിശ്വാസിയോടും, ഇസ്ലാം എന്ന വാക്കുകൊണ്ട് സത്യവിശ്വാസി എന്ന അർത്ഥത്തിൽ മാത്രം ഞാൻ പറയുകയാണ്, എല്ലാ സത്യവിശ്വാസിയോടും ദൈവം പറയുന്നു. ദൈവം പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, ഒരു വിശ്വാസിയോട് ദൈവം ചോദിക്കും, ഞാൻ സുഖമില്ലാതെ നരകിച്ച് കിടന്നപ്പോൾ നീ എന്നെ കാണാൻ വന്നില്ലല്ലോ. അപ്പോൾ സത്യവിശ്വാസി അത്ഭുതപ്പെടും, ദൈവമേ നിനക്ക് അസുഖമോ? അതെ, നിന്റെ അയൽ വീട്ടിൽ രോഗിയായി കിടന്നവൻ ഞാൻ തന്നെയായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം സൂക്കേട് പിടിച്ച് കിടന്നു എന്നല്ല. കാരണം രോഗിയെ കാണാൻ പോകുന്നവൻ ചെയ്യുന്നത് ദൈവധർമ്മം അനുഷ്ഠിക്കുകയാണ്. സുഖമില്ലാതെ കിടക്കുന്ന ഒരാളെ ചെന്ന് കണ്ട് സമാശ്വാസ വചനങ്ങൾ കൊടുത്ത് അയാളെ സാന്ത്വനിപ്പിക്കുമ്പോൾ നാം ഒരു വിശുദ്ധ കർമ്മം അനുഷ്ഠിക്കുകയാണ്. പ്രാർത്ഥന പോലെ, നോമ്പ് പോലെ ഉള്ളൊരു വിശുദ്ധ കർമ്മമാണ്. അതാണ് ഖുർആന്റെ മാനുഷിക മുഖത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഒരു രോഗിയെ ചെന്ന് സമാശ്വസിപ്പിക്കുമ്പോൾ ആ രോഗിക്ക് കിട്ടുന്ന ആശ്വാസം വാസ്തവത്തിൽ ഒരു ഇബാദത്താണ്. ഇബാദത്ത് എന്ന വാക്ക് 3-4 തവണ അബ്ദുറഹ്മാൻ സാഹിബ് ഉച്ചരിച്ചുകൊണ്ട് പറയാം, അതൊരു ഇബാദത്താണ്. ദൈവം ചോദിക്കും, ഞാൻ വിശന്നു പൊരിഞ്ഞ് നിന്റെ വീട്ടിൽ വന്നപ്പോൾ നീ എനിക്ക് ഭക്ഷണം തന്നില്ലല്ലോ. അപ്പോൾ സത്യവിശ്വാസി അത്ഭുതപ്പെടും, ദൈവമേ നിനക്ക് വിശപ്പോ? സർവശക്തനും സർവനിയന്താവുമായ അങ്ങയ്ക്ക് വിശക്കുകയോ? അപ്പോൾ ദൈവം പറയും, നിന്റെ വീട്ടിൽ ഇന്നലെ വിശന്നു പൊരിഞ്ഞ് ഭക്ഷണം യാചിച്ചു വന്ന യാചകൻ ഞാൻ തന്നെയായിരുന്നു.
അതിൽ നിന്ന് സത്യവിശ്വാസി മനസ്സിലാക്കേണ്ട അർത്ഥം ദൈവം ഒരു യാചകനാണ് എന്നല്ല. ഈശ്വരനൊരിക്കൽ വിരുന്നിന് പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ എന്ന് സിനിമപ്പാട്ട് എഴുതി പറഞ്ഞതുപോലെ ദൈവം ഒരു യാചകനായിട്ട് നടക്കുകയാണെന്നല്ല. അതിന്റെ അർത്ഥം യാചകൻ, വിശന്നു പൊരിഞ്ഞ യാചകന് ഭക്ഷണം കൊടുക്കുമ്പോൾ നാം നിർവഹിക്കുന്നത് ഒരു ഇബാദത്താണ്. ഞാൻ വിശുദ്ധ ഖുർആന്റെ മുഴുവൻ ഭാഗങ്ങളും വായിച്ചു പഠിച്ച ഒരാളല്ല. എനിക്ക് മനസ്സിലാക്കാൻ വേണ്ട കുറെ കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടിയത്, സത്യവിശ്വാസിയോട് വിശുദ്ധ ഖുർആൻ പറയുന്നത് സ്നേഹം, ധർമ്മം, നീതി, മാനവികത എന്നിവയുടെ നിർവഹണത്തിലൂടെ നിങ്ങൾക്ക് യഥാർത്ഥമായ ദൈവിക സങ്കല്പത്തിലേക്ക് എത്താൻ സാധിക്കും, അല്ലെങ്കിൽ ദൈവസങ്കല്പത്തിന്റെ ധർമ്മം നിർവഹിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മാതാപിതാക്കളോട് ഏറ്റവും കരുണയുള്ളവരായിരിക്കണം. നമ്മെ ജനിപ്പിച്ച അമ്മയോട്, വളർത്തിയ പിതാവിനോട്, ഗുരുനാഥന്മാരോടൊക്കെ വളരെ സന്മാർഗത്തോടെയും വളരെ നിഷ്ഠയോടുകൂടിയും പെരുമാറണം. വിശുദ്ധ ഖുർആനിലെ ഒരു വചനമായിട്ട് എനിക്ക് എപ്പോഴും മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു കിടക്കാറുള്ളത്, ഉമ്മമാരുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന ആശയം വരുന്ന ഒരു ആ അർത്ഥത്തിലാണ്. ഉമ്മമാരുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ ഉമ്മമാർക്ക് പരിപൂർണമായ സ്നേഹവും പരിചരണവും കൊടുക്കുന്ന ഏതൊരു പുത്രനും ദൈവത്തിന്റെ വഴിയിലാണ് സഞ്ചരിക്കുന്നത്. പിതാവിനോട് ഏറ്റവും നീതിയോടുകൂടി പെരുമാറുന്ന, സ്നേഹത്തോടുകൂടി പെരുമാറുന്ന ഏതൊരു പുത്രനും പുത്രിയും ദൈവത്തിന്റെ വഴിയിലാണ് സഞ്ചരിക്കുന്നത്. അയൽക്കാരന് സ്നേഹവും കാരുണ്യവും ദയയും ചൊരിയുന്ന ഏതൊരു വ്യക്തിയും ദൈവത്തിന്റെ വഴിയിലാണ് സഞ്ചരിക്കുന്നത്. അയൽ വീട് പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ചുണ്ണുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന് പ്രവാചകൻ ഒരു ഘട്ടത്തിൽ പറയാനിട വന്നിട്ടുണ്ട്. ആ സന്ദർഭം നിങ്ങൾക്കറിയാം. ഇസ്ലാം പ്രബോധനവുമായി അദ്ദേഹം മക്കയിൽ വലിയ ഒരു ചലനമുണ്ടാക്കിയ കാലത്ത് പ്രവാചകനും പ്രവാചകന്റെ അനുയായികൾക്കും ഒരുപാട് ശത്രുക്കളുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചതുപോലെ എല്ലാവരും സ്നേഹത്തോടുകൂടി ആവിർഭവിച്ച കാലത്ത് തന്നെ സ്വീകരിച്ച മതമല്ല ഇസ്ലാം. ഇസ്ലാമിന്റെ പുതുബോധനത്തിന്റെ ഘട്ടങ്ങളിൽ ഒരുപാട് എതിർപ്പുകൾ മുഹമ്മദ് നബി പ്രവാചകന് ഏറ്റെടുക്കേണ്ടി വന്നു, നേരിടേണ്ടി വന്നു. അതിനൊരു പ്രധാന കാരണം അന്നത്തെ അറേബ്യയിൽ പ്രാകൃതമായ ഒരു ജനസമൂഹമാണ് ജീവിച്ചിരുന്നത്. മദ്യപാനികളും അക്രമാസക്തരും ബഹുദൈവാരാധകരും അന്ധവിശ്വാസികളും അനാചാരങ്ങൾ നടത്തുന്നവരുമായ വലിയൊരു ഗോത്ര സമൂഹത്തിലാണ് പ്രവാചകൻ ജനിച്ചതും ധർമ്മനിഷ്ഠയോടുകൂടി ഒരു ജീവിതത്തെക്കുറിച്ച് പറഞ്ഞതും. അതവർക്ക് സ്വീകരിക്കാൻ പ്രയാസമുണ്ടായിരുന്നു. പുതിയ മതത്തെ അവർക്ക് അംഗീകരിക്കാൻ പ്രയാസമുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രവാചകൻ പല നിലയിൽ ഒറ്റപ്പെടുത്തപ്പെട്ടു. പ്രവാചകന്റെ അനുയായികളും വിശ്വാസികളുമായി കൂടെ നിന്നവരെയൊക്കെ പലരും ഉപദ്രവിച്ചു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഭക്ഷണം പോലും കിട്ടാതെ പ്രവാചകനും അനുയായികളും കുറച്ചു കാലം വളരെ കടുത്ത പരീക്ഷണത്തെ നേരിട്ടു. കുറച്ച് അനുയായികളെ ഉള്ളൂ. അവരുടെ വീടുകളിൽ ഭക്ഷണമില്ല. അവർക്ക് ഭക്ഷണം കൊടുക്കരുത് എന്ന് പ്രതിയോഗികൾ വിലക്കിയിട്ടുണ്ട്. അങ്ങനെ ഏതോ ഒരു സത്യവിശ്വാസി ആരും അറിയാതെ ഒരു വീട്ടിൽ കുറച്ച് ഭക്ഷണം എത്തിച്ചു. വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ് കുടുംബം. സാധാരണഗതിയിൽ വിശന്ന് പൊരിഞ്ഞിരിക്കുമ്പോൾ ഭക്ഷണം കിട്ടിയാൽ നമ്മൾ ആർത്തിയോടുകൂടി ഇത് കഴിക്കും. പക്ഷെ ആ കുടുംബം ആ ഭക്ഷണം കിട്ടിയതും തൊട്ട അയൽപക്കത്ത് നമ്മുടെ കൂടെ ഉള്ളൊരു കൂട്ടർ ഇതുപോലെ വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ്, ഈ ഭക്ഷണം അവർക്ക് കൊടുത്തയക്കാമെന്ന് തീരുമാനിച്ച് ആ ഭക്ഷണം കഴിക്കാതെ അടുത്ത വീട്ടിലേക്ക് കൊടുത്തയച്ചു. അടുത്ത വീട്ടുകാരനും നന്നായി വിശന്ന് പൊരിഞ്ഞ് ഇരിക്കുകയാണ്, കുട്ടികളും. അവർക്ക് വേണമെങ്കിൽ കിട്ടിയ പാടത് കഴിക്കാം. അവരും പക്ഷേ തൊട്ടടുത്ത് നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ ഭക്ഷണമില്ലാതിരിക്കുകയാണ്, ഇത് അങ്ങോട്ട് കൊടുക്കാം എന്ന് വിചാരിച്ച് അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ 40 വീട് ചുറ്റി ഈ ഭക്ഷണം ആദ്യത്തെ വീട്ടിൽ തന്നെ തിരിച്ചെത്തി എന്നാണ് ഇതിന് ഉപോദ്ബലകമായി പറയുന്ന ഞാൻ കേട്ട കഥ. അപ്പോൾ പ്രവാചകന് മനസ്സിലായി, വിശന്ന് പൊരിഞ്ഞിരിക്കുമ്പോഴും സ്വന്തം വിശപ്പിനേക്കാളേറെ അയൽക്കാരന്റെ വിശപ്പിനെ പരിഗണിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾ. അതുകൊണ്ട് എന്റെ ജനത പരാജയപ്പെടുകയില്ല എന്ന് പ്രവാചകൻ ഏറ്റവും ശക്തമായി വിശ്വസിക്കാൻ ഇടവന്ന ഒരു നിമിഷം ആണ് ഈ സന്ദർഭം. ഇങ്ങനെ പ്രവാചക ജീവിതത്തിലെ എത്രയോ ചര്യകൾ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ വിശുദ്ധ റംലാൻ മാസത്തിൽ നാം വായിക്കേണ്ടത് ഇത്തരം നല്ല കാര്യങ്ങളാണ്. രാവിലെ ടെലിവിഷൻ തുറന്നാൽ ഇപ്പോൾ കാണുന്നതൊന്നും അത്ര നല്ല കാര്യമല്ല. ആരുടെയൊക്കെ പേരാണ് സരിതയുടെ ലിസ്റ്റിലുണ്ട് ഉള്ളതെന്ന് അന്വേഷിച്ചുകൊണ്ട് ആളുകൾ നെട്ടോട്ടം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സരിതയുടെ പുസ്തകം കിട്ടിയത് കൊണ്ട് നമുക്ക് ഏതായാലും പുണ്യം കിട്ടുകയില്ല എന്ന് ഉറപ്പാണ്. അപ്പൊ ആ പുസ്തകമാണ് ചാനലുകളും പത്രങ്ങളും നിരന്തരം നിരത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ വിശുദ്ധ പുസ്തകം തുറക്കാൻ നിങ്ങളോട് അങ്ങനെ അധികം ആളുകൾ പറഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ മാറഞ്ചേരി മുക്കാലയിൽ പ്രവർത്തിക്കുന്ന ലത്തീഫ് മാറഞ്ചേരിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കുറെ സത്യവിശ്വാസികളായ നല്ല മനുഷ്യർ വിശുദ്ധ പുസ്തകം തുറക്കൂ. ഈ വിശുദ്ധ ദിവസങ്ങളിൽ, നോമ്പെടുത്തിരിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾ അതിലെ സത്യബോധനങ്ങളിലൂടെ കടന്നു പോകൂ. ഇതൊന്നും അത്രയൊന്നും ആഴത്ത് മനസ്സിലാക്കിയ ആളാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പിഴവ് വന്നാൽ ആ പിഴവൊക്കെ മാറ്റിക്കളയണം. അത് എൻ്റെ മാത്രം പിഴവാണ്, വിശുദ്ധ ഖുർആന്റെ പിഴവല്ല. അത് ഞാൻ മനസ്സിലാക്കിയതുള്ള പിഴവാണ്. വിശുദ്ധ ഖുർആനിൽ ഓരോരോ ഘട്ടങ്ങളിലും നാം നിങ്ങളെ നവീകരിക്കുന്ന അനവധി സത്യബോധനങ്ങളിലൂടെ കടന്നു പോകും. നേരത്തെ പറഞ്ഞില്ലേ, ദൈവത്തിന്റെ ഖലീഫയായിട്ടൊരു മനുഷ്യൻ പ്രവർത്തിക്കാൻ ആവശ്യമായ പരിശീലനമാണ് ഖുർആൻ പാരായണം
സത്യവിശ്വാസിക്ക് ഏതൊരു മനുഷ്യനും നൽകേണ്ടത്. അത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ നാട്ടിൽ നന്മയും സ്നേഹവും ഉണ്ടാവും. ഓരോ മതഗ്രന്ഥവും അവതരിപ്പിക്കപ്പെടുന്നത് സമൂഹത്തിലുണ്ടാകുന്ന ഓരോ തിന്മകൾക്കെതിരായിട്ടാണ്. ഇപ്പൊ ഇന്ത്യയിൽ ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട്, പരിത്രാണായ സാധൂണാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അവിടെ ഭഗവാൻ പറയുന്നത് ധർമ്മ സംസ്ഥാപനത്തിനാണ് ഞാൻ അവതരിക്കുന്നത് എന്നാണ്. അന്ന് അധർമ്മമായിരുന്നു ഇന്ത്യയിൽ ആകെ നടമാടിയിരുന്നത്. ബന്ധുക്കൾ തമ്മിലുള്ള യുദ്ധം, കൊള്ളരുതായ്മകൾ, അധർമ്മങ്ങൾ കൊണ്ട് നിറഞ്ഞൊരു സ്ഥലത്ത് ധർമ്മത്തെ ഉയർത്തിക്കൊണ്ടുവരികയാണ്, സാധുക്കളെ പരിത്രാണനം ചെയ്യുകയാണ് എൻ്റെ ലക്ഷ്യം എന്ന് അവതാരം എന്നാണ് ഭാരതീയ പ്രവാചകത്വത്തെ പറഞ്ഞത്. നമ്മളങ്ങനെ അവതാരം, കൃഷ്ണാവതാരം, രാമാവതാരം എന്ന് കേട്ട് പേടിക്കൊന്നും വേണ്ട. ഇത് വിശുദ്ധ ഖുർആന് എതിരായ ഒരു കാഴ്ചപ്പാടേ അല്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ ദൈവം പ്രവാചകനോട് പറയുന്നുണ്ട്, മുഹമ്മദേ, നിനക്ക് മുൻപും എത്രയോ പ്രവാചകന്മാരെ ഞാൻ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്. അവരുടെ പേര് വിവരങ്ങൾ മുഴുവൻ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തന്നിട്ടില്ല. ഇല്ലേ? ഖുർആൻ വായിക്കുന്നത് നിങ്ങൾക്കറിയാം, 1,00,000 എത്രയോ പ്രവാചകന്മാർ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. പ്രവാചകന്മാരെ അയക്കാത്തൊരു ഭൂപ്രദേശവും ലോകത്തില്ല. ആദം നബി എന്ന ആദ്യത്തെ മനുഷ്യൻ തന്നെ പ്രവാചകത്വം ലഭിച്ച ആളായിരുന്നു. അല്ലെ? ആദ്യത്തെ പ്രവാചകനായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. ആദം മനുഷ്യരെ നാം മാനിച്ചിരിക്കുന്നു, ആദാമിന്റെ മക്കളുടെ പരമ്പരയെ നാം മാനിച്ചിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആനിൽ ദൈവം പറയുന്നത്. ഇപ്പൊ ആദം തൊട്ടുള്ള പ്രവാചക പരമ്പരകളിൽ ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ വന്നു. എല്ലാ മനുഷ്യന്മാരും പ്രവാചകന്മാരായില്ലല്ലോ. എന്തുകൊണ്ടാണ് എല്ലാ മനുഷ്യന്മാരും പ്രവാചകന്മാരാവാതിരുന്നത്? പ്രവാചകത്വത്തിലേക്ക് എത്തേണ്ട പരിപൂർണ സത്യവിശ്വാസത്തിലേക്ക് ജീവിതം കൊണ്ട് എത്തിച്ചേരാൻ എല്ലാ മനുഷ്യർക്കും സാധിക്കില്ല. പറയാനൊക്കെ എളുപ്പമാണ്. ഇതൊക്കെ പറഞ്ഞു പോയാൽ ഞാനും ഇതുപോലൊക്കെ ജീവിക്കാൻ കുറെ ബുദ്ധിമുട്ടേണ്ടി വരും. കഴിവതും ഞാൻ ശ്രമിക്കാൻ എന്തുകൊണ്ടാ വെച്ചാൽ ഇങ്ങനെ നടന്ന് പ്രസംഗിക്കുന്നതുകൊണ്ട് വലിയൊരു ശിക്ഷ വന്നിരിക്കുക. അപ്പോൾ ഇതൊക്കെ നടന്ന് പ്രസംഗിച്ചിട്ട് നാളെ എന്നെ കൊള്ളരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ ആള് പറയില്ലേ, പൊന്നു ചങ്ങാതി, നിങ്ങൾ ആ മാറഞ്ചേരിയിൽ വന്ന് ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സരിത പുസ്തകത്തിലൊക്കെ കയറി കൂടുന്നത് ശരിയാണോ? അല്ലേ? ജീവിതത്തിൽ ഇന്നേ വരെ മദ്യപിച്ചിട്ടില്ലാത്ത ഒരാളാണെന്ന് തുറന്നു പറയാം, വ്യഭിചരിച്ചിട്ടില്ലാത്ത ഒരാളുമാണ്. കാരണം ഇത് ഈ വേദിയിൽ പറയണമല്ലോ. അത് പറയാതെ എൻ്റെ വാക്കിന് സത്യമുണ്ടാവുകയില്ല. അതിന് കാരണം ഈ വിശുദ്ധ പുസ്തകങ്ങളിലൂടെ കൈവന്ന സത്യജ്ഞാനമാണ്. അതിന് എന്നെ വേദങ്ങൾ, ഇന്ത്യയിലെ വേദങ്ങൾ സഹായിച്ചിട്ടുണ്ട്, വിശുദ്ധ ഖുർആൻ സഹായിച്ചിട്ടുണ്ട്, വിശുദ്ധ ബൈബിൾ സഹായിച്ചിട്ടുണ്ട്. 53 വയസ്സ് വരെ ജീവിച്ച എൻ്റെ ജീവിതം പരിപൂർണ്ണ സത്യവിശ്വാസമൊന്നുമല്ല, അസത്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എങ്കിലും കുറച്ചെങ്കിലും നന്മയുള്ളതാക്കാൻ എനിക്ക് വിശുദ്ധ ഖുർആനും പ്രയോജനപ്പെട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ച് എഴുതപ്പെട്ട പുസ്തകങ്ങൾ പ്രയോജനപ്പെട്ടിട്ടുണ്ട്, പ്രവാചക ജീവിതത്തെക്കുറിച്ച് മനസ്സിലായ കാര്യങ്ങൾ. അപ്പൊ ഇതാണ് ഈ സത്യവിശ്വാസത്തിലേക്കുള്ള വഴിയാണ്. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അത് ഏത് നല്ല ഗ്രന്ഥവും നല്ല മനസ്സോടെ വായിച്ചാൽ സത്യവിശ്വാസത്തിലേക്ക് ഒരു വഴിയുണ്ടാവും. അമ്മമാരെ സ്നേഹിക്കാൻ, ഉമ്മമാരെ സ്നേഹിക്കാൻ, പിതാക്കളെ സ്നേഹിക്കാൻ, സഹോദരന്മാരെ സ്നേഹിക്കാൻ. ഞാൻ പറഞ്ഞു വന്നത് ധർമ്മ സംസ്ഥാപനത്തിനായിട്ടാണ് ഇന്ത്യയിൽ വേദങ്ങൾ ഉദ്ഘോഷിക്കപ്പെട്ടതെങ്കിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട കാലത്ത് പരിപൂർണമായ അനീതിയും സാഹോദര്യരാഹിത്യവുമായിരുന്നു. അതുകൊണ്ട് സാഹോദര്യവും നീതിയും സ്ഥാപിക്കാനാണ് വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പറഞ്ഞത്. മനുഷ്യരെ, നിങ്ങളെ ഞാൻ ഒരു സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വിവിധ ഗോത്രങ്ങളുടെ അടയാള വ്യത്യാസങ്ങൾ തന്നിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ നിങ്ങൾ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. എത്ര ഉന്നതമായ ഒരു കാഴ്ചപ്പാടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. പല ഗോത്രങ്ങളിൽ, പല പേരുകളിൽ, ഇപ്പൊ ലീലാകൃഷ്ണൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അയാൾ അമുസ്ലിമാണ്, ആ പേര് ഒരു അമുസ്ലിം പേരാണ്, എൻ്റെ ജീവിതചര്യ അമുസ്ലിമാണ്. അങ്ങനെയല്ല. ഇസ്ലാം എന്ന കാഴ്ചപ്പാടിൽ എന്നെയും ഉൾപ്പെടുത്താൻ സാധിക്കും. മതം മാറുമൊന്നും വേണ്ട അതിന്. അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഈ സത്യബോധനങ്ങളെ കൊണ്ടു നടത്തുന്ന ഏതൊരാളും ഇസ്ലാം എന്ന വാക്കിന്റെ പരിധിയിൽ വരുന്നുണ്ട്. ഇസ്ലാം എന്ന വാക്ക് സത്യവിശ്വാസിയെ അഭിസംബോധന ചെയ്യാനുള്ളതാണ്. സത്യത്തിൽ, ഏക സത്യത്തിൽ വിശ്വസിക്കുന്നു. ഒറ്റ സത്യമേ ഉള്ളൂ. വിശുദ്ധ പ്രവാചകൻ തന്നെ പറയുന്നുണ്ട്, അൽഹംദുലില്ലാ, അല്ലെ? ആ ഒരു വാക്ക്, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല. അങ്ങനെ ഒറ്റ ദൈവമേ ഉള്ളൂ. സത്യത്തിൽ ഇതൊക്കെ അടിയിലേക്ക് പോയാൽ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഇത് അറിയാത്ത കുഴപ്പം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഇല്ലാത്തതുകൊണ്ടാണ് ആളുകൾ കൊന്നൊടുക്കിയും കാറിനടിയിൽപ്പെട്ട ജീവിയെക്കുറിച്ച് പറഞ്ഞും ഒക്കെ ഇല്ലേ ഇപ്പൊ ഈ മലീമസമാക്കുന്നത്. അതൊന്നും പറഞ്ഞ് ഞാൻ ഈ നല്ല സന്ദർഭത്തെ കേടുവരുത്താതിരിക്കാൻ വേണ്ടിയാണ് അങ്ങോട്ടൊന്നും പോകാത്തത്. ചീത്ത കാര്യങ്ങൾ പറയാൻ ഒരുപാട് ആൾക്ക് പറയും. നല്ലത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയല്ലോ. വിശുദ്ധ റംസാൻ മാസത്തിൽ നമുക്ക് ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല. ആരെയും കുറ്റപ്പെടുത്താൻ പ്രവാചകൻ പറഞ്ഞിട്ടില്ല. സ്വന്തം മനസ്സിനെ ബലപ്പെടുത്തുക, സത്യത്തിലേക്ക് കൊണ്ടുപോവുക. അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹത്തെ എതിർത്ത ആളുകൾ അദ്ദേഹത്തിന്റെ അനുയായികളെ കൊന്ന് കരള് ചവച്ച് തുപ്പി. വായിച്ചില്ലേ? നിങ്ങൾ വായിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ പ്രവാചകൻ ഒരു രാഷ്ട്രം സ്ഥാപിച്ചല്ലോ. തൻ്റെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ഒരു രാഷ്ട്രം പ്രവാചകൻ മുഹമ്മദ് നബി സ്ഥാപിച്ചു.
അദ്ദേഹത്തിന് വേണമെങ്കിൽ തന്റെ ഭരണവും നീതിന്യായവും ഉപയോഗിച്ച് തന്റെ ശത്രുക്കളെ മുഴുവൻ വകവരുത്താമായിരുന്നു. ഈ കരൾ ചവച്ചു തുപ്പിയ പ്രതിയോഗിയെ കൂടി അദ്ദേഹത്തിന്റെ മുമ്പിൽ ആളുകൾ കൊണ്ടുവന്ന് ഹാജരാക്കി. എന്ത് ശിക്ഷയാണ് നൽകേണ്ടത് അങ്ങ് കൽപ്പിക്കൂ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കാനാണ്. ലോകത്ത് ഇത്രയും മഹനീയമായ ഒരു മാപ്പ് അതിന് മുമ്പോ പിമ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുകയില്ല. പ്രവാചകത്വത്തിന്റെ വലിപ്പം അതാണ്. വിശുദ്ധ ഖുർആനിൽ അടിവരയിട്ട് പറയുന്ന ഒരു കാര്യം സൽസ്വഭാവമാണ് മറ്റെന്തിനേക്കാൾ പ്രധാനം. നിങ്ങൾ നോമ്പ് പിടിക്കുകയും 5 നേരം നിസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്താലും നിങ്ങൾ പുലഭ്യം പറയുന്ന ഒരാളാണെങ്കിൽ, മറ്റുള്ളവരെ ശകാരിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ചെയ്തതിൻ്റെയൊക്കെ പ്രയോജനം കുറയുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ പറയുമ്പോൾ നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് വായിച്ചാൽ മനസ്സിലാവും. ഇതൊക്കെ ചെയ്താലും നിങ്ങൾ അനാവശ്യമായി മറ്റുള്ളവരെ ശകാരിക്കുകയോ ചീത്ത പറയുകയോ ദ്രോഹിക്കുകയോ ചെയ്യുന്ന ആളാണെങ്കിൽ, അസത്യം പറയുന്ന ആളാണെങ്കിൽ, അധർമ്മം ചെയ്യുന്ന ആളാണെങ്കിൽ, അനീതി കാണിക്കുന്ന ആളാണെങ്കിൽ ഇതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് സ്വഭാവം നല്ലതാക്കി തീർക്കാൻ പരിശ്രമിക്കൂ. വിശുദ്ധ ഖുർആന്റെ ഏറ്റവും ശക്തമായ ആഹ്വാനം അതാണ്, സൽസ്വഭാവിയായി ജീവിക്കൂ. മുഹമ്മദ് നബി പ്രവാചകൻ 40 വർഷം വരെ കച്ചവടം ചെയ്ത് ജീവിച്ച ഒരാളാണ്. അദ്ദേഹം വ്യാവഹാരിക ജീവിതത്തിൽ ഉടനീളം കച്ചവടം ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷേ അദ്ദേഹത്തിന് ഈ ഹിറാ ഗുഹയിൽ നിന്ന് പ്രബോധനങ്ങൾ കേട്ട് ബോധോദയം ഉണ്ടായതിനു ശേഷം, അല്ലെങ്കിൽ സത്യബോധോദയം ലഭിച്ചതിന് ശേഷം അദ്ദേഹം ആദ്യത്തെ പ്രബോധനം തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. അവരോട് സംസാരിക്കുമ്പോൾ പ്രവാചകൻ ചോദിച്ചു, ഈ കാണുന്ന സഭാമലയുടെ പിന്നിൽ നിന്ന് ഒരു സൈന്യം ഇപ്പോൾ നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പോൾ അവിടെ കൂടിയിരുന്ന ആളുകൾ ഒരുമിച്ച് പറഞ്ഞു, അങ്ങ് പറഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കും. കാരണം നിങ്ങൾ സൽസ്വഭാവിയായി അൽ അമീൻ ആയി സത്യസന്ധനായി ജീവിച്ച ആളാണ്. നിങ്ങൾ അൽ അമീൻ ആണ്. അപ്പൊ അൽ അമീനായി ജീവിക്കുന്ന ഒരാൾ പറയുന്ന വാക്ക് മാത്രമേ കേൾക്കുന്നവർ വിശ്വസിക്കുള്ളൂ. ഇല്ലെങ്കിൽ എനിക്ക് വലുതും പറഞ്ഞിട്ട് പോകാം. ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രസംഗം കേട്ടിട്ടുണ്ടെങ്കിൽ എത്ര ആളുകൾ അതിനെ വിശ്വസിക്കും? 1000 തവണ നുണ പറഞ്ഞാലും അത് സത്യമാണെന്ന തോതിൽ അവതരിപ്പിക്കും. പിന്നീട് പറഞ്ഞതൊക്കെ വീണ്ടും ചാനലുകാർ വീണ്ടും വീണ്ടും കാണിക്കും. അപ്പോഴും അതിനെ നിഷേധിക്കും. നുണ പറയാൻ ഒരു ഉളുപ്പും മാനവും ഇല്ലാത്ത നേതാക്കന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ സമൂഹം മുഴുവൻ, അല്ലേ? അവിടെയാണ് സത്യം എന്നത് ആരെയും ബോധിപ്പിക്കാനുള്ളതല്ല. നിന്റെ കർണഞരമ്പിനേക്കാൾ ഏറ്റവും അടുത്ത് അള്ളാഹു ഇരിപ്പുണ്ട്, ദൈവം ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ പറ്റിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ നോമ്പ് പിടിക്കുന്ന ഒരാളെ വിശ്വസിപ്പിക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് സ്വകാര്യമായിട്ട് ഭക്ഷണം കഴിക്കുകയോ നോമ്പിന് നിയമങ്ങൾ തെറ്റിക്കുകയൊക്കെ ചെയ്യാം. ഇത് വേറെ ആളെ ബോധിപ്പിക്കാനുള്ളതല്ല. ആരെ ബോധിപ്പിക്കാനുള്ളതാണ്? പടച്ച തമ്പുരാനെ ബോധിപ്പിക്കാനുള്ളതാണ്. അപ്പൊ അദ്ദേഹവുമായിട്ടുള്ള സ്വകാര്യ ഇടപാടാണ് ഈ വ്രതാനുഷ്ഠാനങ്ങൾ. വിശുദ്ധ ഖുർആൻ എപ്പോഴും ഈ നന്മയെക്കുറിച്ച് പറയുന്നു. ഏറ്റവും അടിവരായിട്ട് പറയുന്നത് സക്കാത്തും സ്വലാത്തും എന്ന 2 ഇസ്ലാമിന്റെ ചൈതന്യ സ്തംഭങ്ങളായ കാര്യങ്ങളാണ്. സക്കാത്തും സ്വലാത്തും. സ്വലാത്ത് എന്ന് പറയുന്നത് 5 നേരം നമസ്കാരവും പ്രാർത്ഥനയും നോമ്പും ഹജ്ജും ഒക്കെ അടക്കമുള്ള വിശുദ്ധ കർമ്മങ്ങളാണ്. അതോടൊപ്പം തന്നെയാണ് സക്കാത്ത്. നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ധനത്തിൽ നിന്ന് ഒരു നിശ്ചിത വിഹിതം ധനം കിട്ടിയിട്ടില്ലാത്ത മനുഷ്യർക്ക്, പാവങ്ങൾക്ക് നിരന്തരം നൽകിക്കൊണ്ടിരിക്കാൻ ഒരു സത്യവിശ്വാസി ബാധ്യസ്ഥനാണ്. ലോകത്ത് ഒരു മതഗ്രന്ഥത്തിൽ, ഞാൻ വായിച്ച മതഗ്രന്ഥങ്ങളിൽ വിശുദ്ധ ഖുർആൻ മാത്രമാണ് ഒരു നിർബന്ധിത ടാക്സായി സക്കാത്ത് കൊടുക്കുന്നവന്റെ ഔദാര്യമല്ല, വാങ്ങിക്കുന്നവന്റെ അവകാശമാണെന്ന് പഠിപ്പിച്ചത്. ഇന്ത്യൻ വേദദർശനങ്ങളിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഒരു ആശയമായിട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. ഒരു ആശയമായിട്ട് മഹത്തായ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഷിബി ചക്രവർത്തി പക്ഷിയെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം തുടക്കാമ്പല മാംസം മുറിച്ചു കൊടുത്ത കഥയൊക്കെ പറയുന്നു. ഇതൊരു ജീവിതചര്യയായിട്ട് എല്ലാവരും അനുഷ്ഠിക്കേണ്ടതാണ്. ഇസ്ലാമായി ജീവിക്കുന്ന ഒരാളുടെ ഏറ്റവും നിർബന്ധമായ നിബന്ധനയോടുകൂടി അനുശാസിക്കേണ്ടതായ നിയമങ്ങളിലൊന്നാണ് സക്കാത്ത്. അപ്പൊ ഈ കാഴ്ചപ്പാടിലൂടെ സാമ്പത്തിക അസമത്വം നീക്കാൻ സാധിക്കും എന്ന് വിശുദ്ധ ഖുർആൻ സ്വപ്നം കാണുന്നുണ്ട്. മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്ന് ഏറ്റവും ഒടുക്കമുണ്ടായ ഗ്രന്ഥമാണ്. ഏതൊരാളും വിശ്വസിക്കുന്ന, അംഗീകരിക്കുന്ന ഒരു കാര്യം, പ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനി അന്ത്യപ്രവാചകനാണ്. അതിനുശേഷം പ്രവാചകന്മാരെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ അതിനു മുമ്പ് എത്രയോ പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ആദം നബി തൊട്ട് ഈസാ നബി എന്ന് വിളിക്കപ്പെടുന്ന യേശു പ്രവാചകൻ, ഇബ്രാഹിം നബി എന്ന് വിളിക്കപ്പെടുന്ന ഏബ്രഹാം പ്രവാചകൻ, മൂസ നബി എന്ന് വിളിക്കപ്പെടുന്ന മോശ പ്രവാചകൻ, അല്ലെ? അങ്ങനെ ഒരുപാട് ആളുകൾ, ദാവൂദ് എന്ന് വിളിക്കപ്പെടുന്ന, അങ്ങനെ ദാവിഡ് എന്നൊക്കെ പറയുന്ന പല പേരുകളിലുണ്ട്. ആ പ്രവാചകത്വത്തിൽ തന്നെ രാമനെയും കൃഷ്ണനെയും ബുദ്ധനെയും ഒക്കെ പെടുത്താം. അവരെയൊക്കെ പെടുത്തി ചിന്തിച്ചാൽ ഈ 1,00,000-ലധികം വരുന്ന പ്രവാചകന്മാരിൽ രാമനും ബുദ്ധനും വർദ്ധമാന മഹാവീരനും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അടിസ്ഥാനത്തിലേക്ക് പോയാൽ മതങ്ങളുടെ പേരിൽ ലോകത്തൊരു കലഹവും ഉണ്ടാവേണ്ട യാതൊരു കാര്യവും
പ്രബോധനം സംബന്ധിച്ച് ഞാൻ കാണുന്നില്ല. വ്യത്യാസമില്ല എന്ന് ഞാൻ പറയുന്നില്ല, വ്യത്യാസമുണ്ട്. കാരണം പല കാലങ്ങളിൽ ഉണ്ടായ മതങ്ങളാണ്. ഏറ്റവും അവസാനം വന്ന മതം എന്ന നിലയിൽ, ഏറ്റവും അവസാനമുണ്ടായ വേദഗ്രന്ഥം എന്ന നിലയിൽ വിശുദ്ധ ഖുർആൻ കുറെ കൂടി ശാസ്ത്രീയമായി പുതിയ കാലത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ജീവിതത്തിന് കുറെ കൂടി ശാസ്ത്രീയമായ കാഴ്ചപ്പാടുകൾ. അതുകൊണ്ടാണ് വായിക്കുക, എഴുതുക എന്നൊക്കെ വളരെ ശാസ്ത്രീയമായ അർത്ഥത്തിൽ തന്നെ പറഞ്ഞത്. വായിക്കുകയും എഴുതുകയും പഠിക്കുകയും ചെയ്ത ഒരാളെ, വിദ്യ നേടിയ ഒരാളെ അടിമയാക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധിക്കുകയില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ അന്ന് പറഞ്ഞത്, ചൈനയിൽ പോയിട്ടാണെങ്കിലും അറിവ് നേടണം. പുരാതന അറേബ്യയിൽ നിന്ന് പുരാതന ചൈനയിലേക്ക് യാത്ര ചെയ്യുക എന്നത് ദുസ്സാധ്യമായ കാര്യമാണ്. ഇന്ന് പോലും അറേബ്യയിൽ നിന്ന് ചൈനയിലേക്ക് യാത്ര ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ ആ കാലത്ത് പോലും അത്ര ദുസ്സാധ്യമായ കാര്യങ്ങൾ ചെയ്തിട്ടാണെങ്കിലും അറിവ് നേടിയാൽ മാത്രമേ ഒരു ജനത സ്വതന്ത്രരാവുകയുള്ളൂ. അറിവ് നേടിയാൽ മാത്രമേ ഒരു ജനത നീതിമാന്മാരാവുകയുള്ളൂ. ആ അറിവ് എങ്ങനെയുള്ള അറിവാണ്? ആ അറിവ് സത്യത്തിൽ അധിഷ്ഠിതമായ അറിവാണ്. അല്ലാത്ത ഇപ്പോഴും അറിവൊക്കെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ കൊള്ളരുതായ്മ ചെയ്യുന്നത് അറിവ് നേടിയവരാണ്. ഉന്നത വിദ്യാസമ്പന്നന്മാരാണ് യുദ്ധ വ്യവസായങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. യുഫ്രട്ടീസ് ടൈഗ്രീസ് നദീതടത്തിൽ ഒരു ഭരണാധികാരിയെ ലോകം മുഴുവൻ കോടാനുകോടി ആളുകൾ കാണുന്ന വിധത്തിൽ ലൈവ് ഷോ ആയിട്ട് കൊല്ലാൻ നിയോഗിച്ചതും നല്ല അറിവുള്ളവരെന്ന് വിശ്വസിപ്പിക്കപ്പെടുന്ന അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികളാണ്. ആ സന്ദർഭങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ലോകത്തിനൊരു മാതൃക കൊടുത്തത് ഞങ്ങളെ അനുസരിച്ചില്ലെങ്കിൽ എത്ര സത്യവിശ്വാസിയാണെങ്കിലും എത്ര നല്ലവനായാലും ആ ജനതയുടെ കണ്ണിലുണ്ണിയാണെങ്കിൽ പോലും ഞങ്ങൾ ഈ വിധത്തിൽ ഇല്ലായ്മ ചെയ്യും. ഇല്ലായ്മ ചെയ്യുമെന്ന് മാത്രമല്ല, അത് ലോകത്തെ മുഴുവൻ കാണിക്കും. ലൈവ് ഷോ ആയിട്ടാണ് ഒരു കൊലപാതകം നാം കണ്ടത്. അത് നിങ്ങൾക്കറിയാവുന്നതുകൊണ്ടാണ് അത് വിശദീകരിക്കാത്തത്. അപ്പൊ അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികൾ വളർത്തിക്കൊണ്ടുവരുന്ന ആധുനികമായ അറിവുകളുടെ ഒരു കുഴപ്പം, ആ അറിവ് അവനവന്റെ നേട്ടത്തിന് വേണ്ടിയുള്ളതാണ്, സ്വാർത്ഥം പൂർത്തീകരിക്കാനുള്ളതാണ്, അളവറ്റ ധനം ആർജിക്കാനുള്ളതാണ്, സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിക്കാനുള്ളതാണ്. മറ്റുള്ളവരെ പരിഗണിക്കാതെ എന്റെ വിജയം, എന്റെ നേട്ടം, എന്റെ സമ്പത്ത്, എന്റെ പ്രതാപം, എന്റെ അധികാരം, എന്റെ സ്വാർത്ഥം എന്ന നിലയിലേക്ക് ഒരു സമൂഹത്തെ മുഴുവൻ മാറ്റിക്കൊണ്ടിരിക്കുന്ന അറിവുകളാണ് ഇന്ന് അമേരിക്കയുടെ നേതൃത്വത്തിൽ ലോകമെമ്പാടും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം അമേരിക്കൻ സമൂഹം യൂറോപ്പിൽ നിന്ന് കുടിയേറിയ ആർത്തി പിടിച്ച കുറെ മനുഷ്യരുടെ സമൂഹമാണ്. 4, 5, 6 നൂറ്റാണ്ട് മുമ്പ് യൂറോപ്പിൽ നിന്ന് ലോകം വെട്ടിപ്പിടിക്കാൻ പോയ ആർത്തി പിടിച്ച കുറെ മനുഷ്യർ ഉണ്ടാക്കിയെടുത്ത സാമ്രാജ്യമാണ്. യൂറോപ്പിന് മതങ്ങളെ പരിചയമില്ല. ഞാൻ അടിസ്ഥാനപരമായ ഒരു കാര്യത്തിൽ വരികയാണ്. യൂറോപ്പിൽ മതങ്ങൾ ഉണ്ടായിട്ടില്ല. മതങ്ങളൊക്കെ സെമിസ്ഫിയറിന്റെ ഈ ഭാഗത്താണ് ഉണ്ടായത്. ഇസ്ലാം ഉണ്ടായത്, യഹൂദ മതം പോലും ഉണ്ടായത് ഇവിടെയാണ്. ഹിന്ദു മതം ഉണ്ടായത്, ജൈന മതം ഉണ്ടായത്, പാർസി മതം ഉണ്ടായത്, ബുദ്ധമതം ഉണ്ടായത്, ചൈനയിലെ വളരെ പഴയ മതങ്ങളൊക്കെ ഉണ്ടായത് യൂറോപ്പിന് അന്യമാണ്. അപ്പൊ യൂറോപ്പ് ഒരിക്കലും ധർമ്മചിന്തയെ പരിചയിച്ചിട്ടില്ല. അതിൽ തന്നെ ഏറ്റവും മോശപ്പെട്ട ആളുകളാണ് യൂറോപ്പിൽ നിന്ന് കുടിയേറിയത്. ധർമ്മചിന്തയോ നീതിചിന്തയോ സാഹോദര്യമോ സ്നേഹമോ ഇല്ലാത്ത സ്വാർത്ഥതയുള്ള സമൂഹത്തിൽ നിന്ന് ഏറ്റവും മൂത്ത സ്വാർത്ഥന്മാരാണ് അന്ന് കൊളംബസിന്റെയും അമേരിക്കോ വെസ്പുസിയുടെ ഒക്കെ നേതൃത്വത്തിൽ അമേരിക്കൻ വൻകരയിൽ ചെന്നിറങ്ങിയത്. അവർ കെട്ടിപ്പൊക്കിയ വലിയ സാമ്രാജ്യമാണ് ഇന്ന് ലോകം ഭരിക്കാൻ പുറപ്പെടുന്നത്. അപ്പോൾ ഉണ്ടാവുന്ന കുഴപ്പം, നമ്മുടെ കുട്ടികൾ ഇന്ന് പഠിക്കുന്നത് വിശുദ്ധ ഖുറാനോ വിശുദ്ധ വേദങ്ങളോ ഒന്നുമല്ല. ഈ അമേരിക്കൻ പൊതുവിതരണ സംസ്കാര വിതരണ ശൃംഖലകൾ നമ്മളുടെ വീട്ടിലെ സ്വീകരണ മുറിയിലേക്ക് നിരന്തരം വിട്ടുകൊണ്ടിരിക്കുന്നു. സമ്പത്ത് ആരുടെയെങ്കിലും കുത്തകയാണോ? ഇന്ന് എന്റെയാണ്, നാളെ വേറൊരാളുടേതാണ്. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ ധർമ്മ ചിന്തയിലൂന്നിയ, നീതി ചിന്തയിലൂന്നിയ, സാഹോദര്യത്തിലൂന്നിയ, സ്നേഹത്തിലൂന്നിയ, നേരത്തെ അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞതുപോലെ നന്മയിൽ മാത്രം ഊന്നിയ അറിവുകൾ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് വിശുദ്ധ ഖുറാൻ പോലുള്ള മഹാഗ്രന്ഥങ്ങൾ, വിശുദ്ധ ഗ്രന്ഥങ്ങൾ നിരന്തരം പാരായണം ചെയ്യേണ്ടതുണ്ട്. അത് പാരായണം ചെയ്യുക മാത്രമല്ല, അതിലെ സത്യം പരസ്പരം ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സെമിനാറുകൾ ഖുറാനെ മാത്രമല്ല മഹത്വപ്പെടുത്തുന്നത്, ഖുറാനെ മഹത്വപ്പെടുത്തേണ്ടതില്ല, അത് മഹത്തായ ഗ്രന്ഥമാണ്, നമ്മെ മഹത്വപ്പെടുത്തും. എന്നെപ്പോലുള്ള ആളുകൾ ഇത്തരം വേദികൾ വന്നത് അതുകൊണ്ട് മാത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിതിനെക്കുറിച്ച് അഗാധമായ അറിവൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കിയ ഖുറാൻ മാനുഷിക മുഖമുള്ളതാണ്. ഉമ്മമാരെ സ്നേഹിക്കാൻ പഠിപ്പിച്ച, വാപ്പമാരെ, അച്ഛന്മാരെ, അമ്മമാരെ, പേരൊക്കെ വ്യത്യാസമുണ്ടെന്നുള്ള സംബോധനകൾ വ്യത്യാസമുണ്ടെന്ന് സ്നേഹിക്കാൻ പഠിപ്പിച്ച, അയൽക്കാരനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച, പരിപൂർണ നീതിമാനായി ജീവിക്കാൻ പ്രവാചകൻ തൻ്റെ രാഷ്ട്രം സ്ഥാപിച്ചപ്പോൾ ആ രാഷ്ട്രത്തിലെ ഖലീഫമാർ എങ്ങനെയുള്ളവരായിരിക്കണം എന്നതിന് പുറപ്പെടുവിച്ച ഒരൊറ്റ നിബന്ധന, ഓരോ ശ്വാസത്തിലും നീതിമാനായിരിക്കണമെന്നാണ്. ഇത്രയും മഹത്തായ ഒരു കാഴ്ചപ്പാട് ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. ഇസ്ലാമിക രാഷ്ട്രത്തിലെ ഖലീഫ എങ്ങനെയുള്ള ആളായിരിക്കണം? ഓരോ ശ്വാസത്തിലും നീതിമാനായിരിക്കുന്ന ആളായിരിക്കണം. നീതി വിട്ട് പ്രവർത്തിക്കാനേ പാടില്ല.
അങ്ങനെയുള്ള 4 ഖലീഫമാരെ നമുക്ക് പരിചയമുണ്ടല്ലോ. ഖലീഫ ഉമർ, അബൂബക്കർ സിദ്ദീഖ്, അബൂബക്കർ, അലി, ഉസ്മാൻ, അല്ലെ? 4 ഖലീഫമാരുടെ കാലത്തെങ്കിലും ഇസ്ലാമിക ഭരണം ലോകത്ത് നടന്നല്ലോ. അതിനുശേഷം മദ്ഹബുകൾ വന്നു, പല തർക്കങ്ങളും ഉണ്ടായി. പക്ഷെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രവാചകൻ പരിപൂർണ നീതിയോടുകൂടി തന്റെ ഭരണം ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഒരു രാഷ്ട്രം സ്ഥാപിച്ചതിന് ശേഷം, ഒരു കഥയാണ്, നിങ്ങളൊരു പക്ഷെ കേട്ട് കാണും. അദ്ദേഹം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ പുറത്ത് ഈന്തപ്പനയോലയുടെ പാടുകൾ കണ്ട് പ്രവാചകരോട് ആരോ ചോദിച്ചു, പ്രവാചകരെ എന്താണ് ഈ പുറത്തൊക്കെ കാണുന്നത്? അപ്പൊ അദ്ദേഹം ഈന്തപ്പന ഓല വിരിച്ച് അതിലാണ് മരുഭൂമിയിൽ കിടക്കുന്നത്. അപ്പോൾ ഈ കിടന്നപ്പോൾ ഉണ്ടായ പാടാണ്. കഷ്ടം പ്രവാചകരെ, നിങ്ങളൊരു രാഷ്ട്രത്തിന്റെ തലവനല്ലേ, ഒരു നല്ല മെത്തപ്പായും തലേണയും അല്ല മെത്തയൊക്കെ വാങ്ങിച്ച് കിടന്നുകൂടെ? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ലോകത്തെല്ലാവർക്കും സുഖമായി ഉറങ്ങാനും ജീവിക്കാനും കഴിയുന്ന കാലത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് ഞാൻ, അല്ലാതെ സുഖമായി ഉറങ്ങാൻ വന്നവനല്ല. ഇതാണ് ഒരു സത്യവിശ്വാസിയുടെ ചുമതല. എൻ്റെ കാര്യമൊക്കെ ശരിയായി, ഇനി ലോകം എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ എന്ന് കരുതി വെറുതെ ഇരിക്കാൻ സത്യവിശ്വാസിയെ വിശുദ്ധ ഖുർആൻ അനുവദിക്കുന്നില്ല. ഞാൻ കള്ളു കുടിക്കുന്നില്ല, ആള് കള്ളു കുടിച്ച് മരിക്കുക, എന്തെങ്കിലും ആയിക്കോട്ടെ. ഞാൻ ബീഡി വലിക്കുന്നില്ല, ആളുകൾ ബീഡി വലിച്ച് മരിച്ചോട്ടെ. ഞാൻ ചൂത് കളിക്കുന്നില്ല, ആളുകൾ എന്തെങ്കിലും ചെയ്തോട്ടെ. അങ്ങനെ ഉദാസീനായിരുന്നാലും അതൊരു സത്യവിശ്വാസം അല്ലാന്നാ പറയും. ഞാൻ സത്യവിശ്വാസിയായിട്ടിരുന്നാൽ മാത്രം പോരാ, മദ്യപിക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ചൂത് കളിക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും. ചൂതാട്ടം തന്നെയാണ് ഇപ്പം ഈ കാണുന്നതൊക്കെ. ഈ കാണുന്ന എനർജി ഇല്ലേ, ടീം സോളാറൊക്കെ ചൂതാട്ടത്തിന്റെ വേറൊരു പരിപാടിയാണ്. ലാൻഡ് മാഫിയകൾ തൊട്ട് അനവധി മാഫിയകൾ കേരളത്തിൽ വളർന്നു വന്നതൊക്കെ ചൂതാട്ടം വളർന്നതുകൊണ്ടാണ്. അന്യന്റെ സമ്പത്ത് കവർന്നെടുക്കാൻ ശ്രമിക്കുന്നവരാണ് പലപ്പോഴും ഇതിനൊക്കെ എതിരാവും. അതുകൊണ്ട് ഞാൻ മാത്രം സത്യവിശ്വാസിയായി ജീവിച്ചാൽ പോരാ, ചുറ്റുമുള്ളവരെ സത്യവിശ്വാസികളാക്കാൻ പോരുന്ന വിധത്തിൽ ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഇടപെടൽ കൊണ്ടോ, യുദ്ധം കൊണ്ടുപോലും ചിലപ്പോൾ വേണ്ടിവരും എന്ന് ബദറിൽ ഒരു യുദ്ധം വേണ്ടി വന്നല്ലോ. പ്രവാചകൻ ആയുധമെടുക്കാൻ ആഗ്രഹിച്ച ആളായിരുന്നില്ല, പ്രവാചകൻ വാളിന്റെ മതം പ്രചരിപ്പിച്ച ആളുമായിരുന്നില്ല. പക്ഷെ ബദറിൽ ഒരു നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ ഒരു ചെറിയ യുദ്ധമുണ്ടായി. അധികം ആളുകൾ, 300 എത്ര പേരാൽ പങ്കെടുത്തു? അവിടെ കുറച്ച് ആളുകളെ പങ്കെടുത്തുള്ളൂ. ആ യുദ്ധത്തിൽ കുറച്ച് ആളുകളെ പിടിച്ചു കെട്ടി. ഒരു കഥയാണ്, അതും പ്രവാചകനെ കുറിച്ച് ഞാൻ വായിച്ചൊരു കഥയാണ്. പിടിച്ചു കെട്ടി പടകുടീരങ്ങളിൽ ബന്ധിച്ചിരുന്നു. ബദറിലെ യുദ്ധം ജയിച്ചു, എല്ലാവരും സന്തോഷിച്ചിരിക്കുകയാണ്. പക്ഷെ പ്രവാചകൻ സാധാരണ സമയത്തും ഉറങ്ങുന്നില്ല. സമയം കഴിഞ്ഞിട്ടും പ്രവാചകൻ ഇങ്ങനെ അസ്വസ്ഥനായി ഉലാത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അനുയായികൾ ആരോ ചെന്ന് ചോദിച്ചു, പ്രവാചകരെ എന്താണ് ഉറങ്ങാത്തത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആരോ കരയുന്നുണ്ട്, എവിടെയോ ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ട്. അനുയായികൾ ആ പടകുടീരങ്ങളിലൊക്കെ അന്വേഷിച്ച് വന്നിട്ട് പറഞ്ഞു, ഇല്ല, ആരും കരയുന്നില്ല, എല്ലാവരും സന്തോഷത്തിലാണ്, നമ്മൾ ജയിച്ചുവല്ലോ. അല്ല, ആരോ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വീണ്ടും അനുയായികൾ എല്ലായിടത്തും അന്വേഷിച്ചപ്പോൾ ഈ പിടിച്ചു കെട്ടിയ ശത്രുക്കൾ അവരെ കയറിട്ട് കെട്ടിയിട്ടുണ്ട്. ഈ കയറിട്ട് കെട്ടിയതിന്റെ അസ്വാസ്ഥ്യം കാരണം ഉറക്കത്തിലും അവർ ചെറിയ തോതിൽ ഞരങ്ങുന്നുണ്ട്. ഒരു കരച്ചിൽ പോലെ തോന്നിക്കുന്ന ഒരു ഞരക്കം. കൈ കെട്ടിയിട്ട് ഉറങ്ങുമ്പോൾ ഒരു അസ്വാസ്ഥ്യം ഉണ്ടാവും, അവർ ഉറങ്ങുക. പക്ഷെ ഉറക്കത്തിലും ഈ കൈ കെട്ടിയ അസ്വാസ്ഥ്യം കൊണ്ട് അവർ ഞരങ്ങുന്നുണ്ട്. ഈ ഒരു കരച്ചിലല്ലാതെ ഒരു കരച്ചിലും ഞങ്ങൾ കേൾക്കുന്നില്ല പ്രവാചകരെ എന്നവർ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അവരുടെ കെട്ടുകൾ അഴിക്കുക, കൈകളിലും കാലുകളിലും കെട്ടിയിരിക്കുന്ന കെട്ടുകൾ അഴിക്കുക. അയ്യോ പ്രവാചകരെ, അവർ നമ്മുടെ ശത്രുക്കളാണ്, അവർ ഓടിപ്പോകും എന്ന് അനുയായികൾ പറഞ്ഞു. ഇല്ല, നിങ്ങൾ ആ കെട്ടുകൾ അഴിക്കൂ, അവർ നമ്മുടെ ശത്രുക്കളല്ല, മിത്രങ്ങളാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു. ആ കെട്ടുകൾ അഴിച്ചതും പ്രവാചകൻ സമാധാനത്തോടുകൂടി ഉറങ്ങി എന്ന് പ്രവാചകനെ കുറിച്ചുള്ളൊരു കഥ ഞാൻ കേട്ടിരിക്കുന്നു. ഇതിന്റെ അർത്ഥം എന്താണ്? ശത്രുക്കൾ എന്നൊരു പദം പ്രവാചകന്റെ നിഘണ്ടുവിൽ ഉണ്ടായിരുന്നില്ല. പല കഥകളും കേട്ടുകേൾവികളാവാം. ഞാൻ കേട്ടൊരു കഥയിൽ അദ്ദേഹത്തെ നിരന്തരം ഭത്സിച്ചുകൊണ്ടിരുന്ന, നിരന്തരം ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന, പാഴ്വസ്തുക്കളും മാലിന്യങ്ങളും വലിച്ചെറിഞ്ഞ് അദ്ദേഹത്തെ ശപിച്ചുകൊണ്ടിരുന്ന ഒരു ജൂത സ്ത്രീ ഉണ്ടായിരുന്നു. അദ്ദേഹം പോകുന്ന വഴിയിൽ തന്റെ വീടിന്റെ മട്ടുപ്പാവിലിരുന്ന് ശാപവാക്കുകൾ ചുരിഞ്ഞ് മാലിന്യങ്ങൾ വലിച്ചെറിയാറുണ്ടായിരുന്നു. ദിവസവും അവരെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ പ്രവാചകൻ തിരിഞ്ഞ് അവരെ ദേഷ്യപ്പെടുകയോ അവരോട് ചീത്ത വാക്കുകൾ പറയുകയോ ചെയ്തില്ല. ഒരു ദിവസം പ്രവാചകൻ നടന്നു പോകുമ്പോൾ പതിവ് പോലെ ആ സ്ത്രീ ശകാരിക്കുന്നില്ല, ആ സ്ത്രീ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നില്ല. അപ്പോൾ അദ്ദേഹം തന്റെ കൂടെയുള്ളവരോട് ചോദിച്ചു, അല്ല, എന്തു പറ്റി നമ്മുടെ മിത്രത്തിന് എന്നാണ്. നമ്മുടെ ശത്രുവിന് എന്നല്ല പറഞ്ഞു, എന്തു പറ്റി നമ്മുടെ മിത്രത്തിന്? അപ്പോൾ അവർ പറഞ്ഞു, ആ സ്ത്രീ സുഖമില്ലാതെ കിടക്കുകയാണ്. പ്രവാചകൻ അടിയന്തരമായി തനിക്ക് ചെയ്യാനുണ്ടായിരുന്ന ജോലികൾ മാറ്റിവെച്ച് അപ്പോൾ തന്നെ ആ സ്ത്രീയെ സന്ദർശിച്ചു, അവരുടെ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതോടുകൂടി അവർ സത്യവിശ്വാസിയായി തീർന്നു. ഇങ്ങനെയാണ് ഇസ്ലാം ഇതര വിശ്വാസികളെയും ശത്രുക്കളെയും പ്രതിയോഗികളെയും ഇസ്ലാമിന്റെ ഭാഗമാക്കിയത് എന്നാണ് എൻ്റെ എളിയ അറിവ് വെച്ച് പ്രവാചകനെ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴും വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴും എനിക്ക് കൈവന്നിരിക്കുന്നത്. ഇപ്പോഴും ഇവിടെ വരേണ്ടിയിരുന്ന റസിയ ചാലക്കൽ എന്ന സഹോദരി സുഖമില്ലാതിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആദ്യം ലത്തീഫ് മാറഞ്ചേരി ചെയ്യുന്നത് അവരുടെ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇതൊരു ധർമ്മമാണ്, ഇതൊരു സംസ്കാരമാണ്.
നമ്മുടെ കുട്ടികളോട് വിശുദ്ധ ഖുർആന്റെ സംസ്കാരം പ്രചരിപ്പിക്കേണ്ടത് ഈ അർത്ഥത്തിൽ കൂടി ആണ്. നിങ്ങൾ എല്ലാ പുസ്തകങ്ങളും വായിക്കുക. ഇപ്പം ഇന്റർനെറ്റൊക്കെ ഉണ്ട്, എല്ലാം തിരിച്ചറിയാൻ പറ്റും, കുട്ടികൾക്ക് എല്ലാം വായിക്കാൻ പറ്റും. കൂട്ടത്തിൽ വിശുദ്ധ ഖുർആൻ വിശുദ്ധ മനസ്സോടെ വായിച്ചാൽ വിശുദ്ധ വേദഗ്രന്ഥങ്ങൾ വായിക്കുന്നത് പോലെ തന്നെ ഞാൻ എൻ്റെ അറിവിൻ്റെ ചെറിയ പരിമിതിയിൽ നിന്നുകൊണ്ട് വായിച്ച അറിവ് വെച്ച് പറയാൻ, വിശുദ്ധ ഖുർആനിൽ പറയുന്ന പ്രാർത്ഥനയും ഇന്ത്യൻ ഹൈന്ദവ ജൈന ഏത് മതങ്ങളിൽ വരുന്ന പ്രാർത്ഥനയും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഏകം സത് വിപ്രാ ബഹുധാ വദന്തി. സത്യം ഏകമാണ്. വിപ്രന്മാർ മനുഷ്യർ പലതായിട്ട് പറയുന്നു എന്നേ ഉള്ളൂ, ഒറ്റ സത്യമേ ഉള്ളൂ എന്നാണ്. ഇന്ത്യൻ വേദങ്ങളുടെ മുഴുവൻ ആകത്തുകയായ ദർശനം സദേകം, സത്യമേകമാണ്. ഏവാദ്വിതീയം, രണ്ടാമതൊന്നുണ്ടാവാൻ സാധ്യതയില്ലാത്ത വിധത്തിൽ സത്യമേകമാണ്. അതിനെയാണ് ബഹുദൈവാരാധനയായും ബിംബാരാധനയായിട്ടൊക്കെ പലരും പ്രചരിപ്പിച്ച് പല രീതിയിലേക്ക് കൊണ്ടുപോയതെങ്കിലും അടിസ്ഥാനപരമായ ഇന്ത്യൻ ദർശനങ്ങളിലും ഏക സത്യമാണ്. ഒറ്റ ദൈവമേ ഉള്ളൂ, ഒറ്റ മനുഷ്യവർഗമേ ഉള്ളൂ. എല്ലാവരും ഒരു ഒരു ഉമ്മയിൽ നിന്നും വാപ്പയിൽ നിന്നും ഉണ്ടായി വന്ന പരമ്പരകളാണ്. ഈ ഒരു പ്രാർത്ഥന, ഈ ഒരു ദർശനം അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോഴും ഉണ്ടാവും. അള്ളാഹു മഹാനാകുന്നു, അദ്ദേഹം അല്ലാതെ മറ്റൊരു ഇലാഹില്ല. കുൽഫു അല്ലാഹു വഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ജനിപ്പിച്ചിട്ടില്ലാത്തവനും ജനിച്ചിട്ടില്ലാത്തവനുമായ അള്ളാഹു എന്നോ ദൈവമെന്നോ വിളിക്കപ്പെടുന്ന ആ പരമകാരുണികൻ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പക്ഷപാതിയല്ല. മനുഷ്യരോട് മാത്രം പക്ഷപാതം കാണിക്കുന്നയാളല്ല. ലോകത്തുള്ള സമസ്ത മനുഷ്യരോടും സമസ്ത ചെടികളോടും സമസ്ത ജീവരാശികളോടും ജീവനില്ലാത്തവയോടും ഒരേ നീതി നൽകുന്ന ഒരു ജഗത് നിയന്താവായ സ്രഷ്ടാവ് ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ ദൈവഭയം ജ്ഞാനത്തിന്റെ ആരംഭം. ആ ദൈവത്തെ നാം ഭയക്കേണ്ടതുണ്ട്. അധർമ്മം ചെയ്താൽ മറ്റാരും കണ്ടില്ലെങ്കിലും അള്ളാഹു കാണും. നാം കള്ളത്തരം കാണിച്ചാൽ അത് അദ്ദേഹം തിരിച്ചറിയും. കപട വിശ്വാസികൾ, കപട വേഷക്കാരൊക്കെ ഉണ്ടാവും. ഈ ഇസ്ലാമിക കഥകളിൽ തന്നെ ഈ ദജ്ജാൽ എന്നൊരു സങ്കല്പം പറയുന്നുണ്ട്. ദൈവമാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ദജ്ജാൽ പെരുമാറും. ഇതെല്ലാം മതങ്ങളിലുണ്ട് കേട്ടോ. ഈ പൗണ്ഡ്രക വാസുദേവൻ എന്ന് പറഞ്ഞിട്ട് ഹിന്ദു പുരാണങ്ങളിലൊരു കഥാപാത്രമുണ്ട്. കൃഷ്ണനെ പോലെ വാസുദേവൻ ശ്രീകൃഷ്ണനാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നയാളാണ് ഈ പൗണ്ഡ്രക വാസുദേവൻ. പക്ഷേ അവസാനം ഇവന്റെ കപട കാണിക്കൽ വെളിച്ചത്ത് വരും. അതുപോലെയാണ് ദജ്ജാൽ. സത്യവിശ്വാസി നോക്കിയാൽ ദജ്ജാലിന്റെ നെറ്റിയിൽ ഇങ്ങനെ അഗ്നി കൊണ്ട് എഴുതിയിട്ടുണ്ടായിരിക്കും ഇവൻ കപട വിശ്വാസിയാണ്. അപ്പോൾ ഒരു സത്യവിശ്വാസിക്ക് സത്യം തെളിഞ്ഞു കിട്ടും. അതിനേക്കാൾ വലിയ വേറൊരു കാര്യമില്ല. അതിന് വേണ്ടത് അടിയുറച്ച സത്യബോധത്തോടുകൂടി, ഏകഭാവനയോടുകൂടി, സ്നേഹത്തോടുകൂടി, നന്മയ്ക്ക് വേണ്ടിയുള്ള ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനകളോടുകൂടി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. അങ്ങനെ വിശുദ്ധ ഖുർആൻ സ്വപ്നം കാണുന്നത് പോലെ എല്ലാവരും ഒന്നായിത്തീരുന്ന പരമസ്നേഹം നിറഞ്ഞ ഒരു ലോകം ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. അതിനുവേണ്ടി ഖുർആനിലെ മാനുഷിക മുഖത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിലെന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്യണം. പുതിയ കമ്പ്യൂട്ടർ ഭാഷയിൽ ഡിലീറ്റ് ചെയ്യുക, മൈനസ് ചെയ്യുക, മായ്ച്ചു കളയുക. അതെൻ്റേത് ആണ്. ഇതിൽ നല്ലത് വല്ലതും ഉണ്ടെങ്കിൽ അത് എൻ്റേതല്ല, അത് വിശുദ്ധ ഖുർആൻ അടക്കമുള്ള സത്യവേദ പുസ്തകങ്ങളുടേതാണ്. അങ്ങനെ ഈ ചർച്ച മുന്നോട്ട് പോകട്ടെ. എനിക്കൊരു ക്ഷമാപണം കൂടി പറയാനുള്ളത്, ഞാൻ ഇന്ന് വളരെ തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഏറ്റുപോയ ദിവസമാണ്. 2 പരിപാടിയിൽ കൂടി എനിക്ക് പങ്കെടുക്കേണ്ടതുണ്ട്. ഞാൻ ലത്തീഫ് മാറഞ്ചേരിയുടെ മുൻകൂർ ജാമ്യം ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഞാൻ ഈ വേദിയിൽ നിന്ന് നിങ്ങളുടെ അനുഭവത്തോടുകൂടി പോകും. എൻ്റെ വാക്കുകളിൽ വന്ന പിഴവുകൾ എനിക്ക് ശേഷം വരുന്ന അബ്ദുൽ കോയ തങ്ങളെപ്പോലുള്ള ആളുകൾ തിരുത്താൻ കഴിവുള്ളവരാണ്. അവർ തിരുത്തുകയും, ഈ അബ്ദുറഹ്മാൻ സാഹിബിനെയൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് എനിക്ക് പരിചയം. ഇത്ര കൊല്ലങ്ങളായി ഞങ്ങളൊക്കെ ഒരുമിച്ച് പല വേദികളിൽ പ്രവർത്തിക്കാൻ ഇട വന്നിട്ട് അബ്ദുറഹ്മാനെ കൂടെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ തണ്ണീർക്കോട് മൂസ മൗലവിയെ ഓർത്തതുകൊണ്ടാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്, 10-15 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ വേദികളിലൊക്കെ വരാനിട വന്നത്. അതുകൊണ്ട് ഏതായാലും എനിക്ക് കുഴപ്പമൊന്നും പറ്റിയില്ല, കുറെ നന്മകൾ ഉണ്ടാവുകയും ചെയ്തു. അത് നിങ്ങളോടൊക്കെ എനിക്ക് കടപ്പാടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ശുദ്ധമായ റമദാൻ മാസത്തിൽ നന്മകൾ മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.